നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സ് സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് അതിലെ പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ഈച്ച് ഓഫ് ദ ട്രയാങ്കിൾ ബിലോ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇത് നോക്കിയാൽ ഇത് എന്ത് ട്രയാങ്കിളാണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഇനി ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ A is equal to half BH. B എന്താണ്? ബേസ്. H ഹൈറ്റ്. ഇവിടെ നമുക്ക് ഇതായി ഈ 8 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് എടുത്താൽ അതിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതായിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. ആ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ഐസോസ്ലസ് ട്രയാങ്കിളിൽ ഈക്വൽ അല്ലാത്ത ആംഗിളിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ സൈഡിനെ അത് ബൈസെക്റ്റ് ചെയ്യും. അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത്തും തുല്യമായിരിക്കും. ഇത് 8 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 4 സെൻറ്റിമീറ്റർ. അതുപോലെ ഇതും 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്തൊരു ട്രയാങ്കിളായി? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. അപ്പം നമുക്കിവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ അത് പേര് കൊടുക്കാം. എ ബി സി, ഇത് ഡി. ട്രയാങ്കിൾ എ ബി സി, ഈ പോയിന്റ് ഡി. ഇതിൽ എ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ എ ഡി ആണ് ഇവിടെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് എച്ച് ആയിട്ട് എടുക്കാം. ഇത് ബേസ് ആയിട്ട് എടുക്കാം. അപ്പം ഇതെന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോട്ടന്യൂസ്. ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി ഡിയിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇൻ ട്രയാങ്കിൾ എ ബി ഡി, ബേസ് സ്ക്വയർ പ്ലസ് height square is equal to hypotenuse square. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് പൈതഗോറസ് തിയറം. ഇതിൽ എ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ബേസ് സ്ക്വയർ ആവും. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 5 സ്ക്വയർ മൈനസ് ബേസ് എന്താണ്? ബി ഡി. ആദ്യം നമുക്ക് പേര് തന്നെ കൊടുക്കാം. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. എ ബി സ്ക്വയർ മൈനസ് ബേസ് എന്താണ്? ബി ഡി ആണ്. ബി ഡി സ്ക്വയർ. എ ബി എന്താണ്? 5 സ്ക്വയർ. ബി ഡി എന്താണ്? 4 സ്ക്വയർ. അതായത് ഈ 8ൻ്റെ പകുതിയാണല്ലോ ഇത്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, ഇത് 16 വരും, 9. ദർഫോർ എ ഡി എന്ത് വരും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് 3 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എ ഡി കിട്ടി, ഹൈറ്റ് കിട്ടി. അത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to half into ബേസ് എന്താണ്? ബി സി ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ഈ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു അതിൻ്റെ ബേസ് ബി സി, അതിൻ്റെ ഹൈറ്റ് എ ഡി. ബി സി ഇൻറ്റു എ ഡി. അതിൽ എ ഡി ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഹാഫ് ഇൻറ്റു ബി സി എന്താണ്? 8. എ ഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 3. ഡോ ഇതിൽ 4 ടൈംസ്. ആൻസർ എന്തും 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്
ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് തന്നെ. 5 സെൻറ്റിമീറ്റർ ആണ്, ഈക്വൽ സൈഡ്സ് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരച്ചാൽ അറിയാമല്ലോ, നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്, ഇതിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 3 ആയിരിക്കും, ഇത് 3 ആയിരിക്കും. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ബേസ് അറിയാം. ബേസ് ആയിട്ട് എടുക്കുന്നത് ഈ 6 സെൻറ്റിമീറ്റർ ആണ്, നോൺ ഈക്വൽ സൈഡായിട്ട് വരുന്നത്. അതിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എന്നാലേ നമുക്ക് ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് പേര് കൊടുക്കാം, എ ബി സി. ഈ പോയിന്റ് ഡി എന്ന് കൊടുത്തു, ഡി. നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഈ എ ഡി കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി ഡി, ഇൻ ട്രയാങ്കിൾ എ ബി ഡി, പൈത്തഗോറസ് തിയറം വെച്ചിട്ട് എങ്ങനെ വരും? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്, എ ബി സ്ക്വയർ, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെർഫോർ എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. ഇത് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? മൈനസ് ആവും, ബി ഡി സ്ക്വയർ. ഇനി എ ബി എന്താണ്? 5 സെൻറ്റിമീറ്റർ, 5 സ്ക്വയർ മൈനസ് ബി ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി, 6ൻ്റെ പകുതി, 3 സ്ക്വയർ. 25 മൈനസ് 9, 16. എ ഡി സ്ക്വയർ ആണ് 16. ദെർഫോർ എ ഡി is equal to സ്ക്വയർ റൂട്ട് ഓഫ് 16, അതായത് 4 സെൻറ്റിമീറ്റർ നമുക്ക് എ ഡി കിട്ടി. അപ്പം ഇത് 4 കിട്ടി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? 6, അതായത് ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ഹൈറ്റ് എന്താണ്? എ ഡി. ഹാഫ് ഇൻറ്റു ബി സി 6, എ ഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 4. 2 ഇതിൽ 2 ടൈംസ്, അപ്പോൾ 6 ഇൻറ്റു 2 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. Question number 5. Given that one angle of an isosceles triangle is 70 degree, what can we say about the other angles? ഇവിടെ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 70 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അത് വരയ്ക്കാം എന്നുള്ളതാണ്. നമുക്കൊരു റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ എ ബി സി ആണെന്നിരിക്കട്ടെ. ട്രയാങ്കിൾ എ ബി സി, അതിൽ ഈ ആംഗിളാണ് നമ്മൾ 70 ഡിഗ്രി ആയിട്ട് എടുക്കുന്നത് എന്നിരിക്കട്ടെ. അതായത് അൺഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ 70 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും പിന്നെ ഈക്വൽ ആവണമല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്ന് 70 മൈനസ് ചെയ്താൽ അതിൻ്റെ പകുതിയായിരിക്കും ഈ രണ്ട് ആംഗിളും. സിമ്പിൾ അല്ലേ? അപ്പം അങ്ങനെ അതുപോലെ ഈക്വൽ ആംഗിൾസ് 70 ആയിട്ട് എങ്ങനെ വരയ്ക്കാം, അങ്ങനെയുള്ള കേസുകളാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം അൺഈക്വൽ ആംഗിൾ, ഇഫ് അൺഈക്വൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി. ഇതിൽ നമ്മൾ ആംഗിൾ എ ആണ് 70 ഡിഗ്രി ആയിട്ട് എടുത്തിരിക്കുന്നത്. 70 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180. ദെൻ ആംഗിൾ ബി plus angle C is equal to 180 minus 70, 110 ഡിഗ്രി. ഇനി ബിയും സിയും ഈക്വൽ അല്ലേ, തുല്യമായിരിക്കുമല്ലോ ഈ രണ്ട് ആംഗിളും. ദെർഫോർ ആംഗിൾ ബി is equal to ആംഗിൾ സി is equal to 110 ഡിവൈഡഡ് ബൈ 2. അതായത് എന്ത് വരും? 55 ഡിഗ്രി ഈച്ച്. ഓരോ ആംഗിളും ഇത് രണ്ടും 55 ഡിഗ്രി ആയിരിക്കും. അപ്പം ഒന്ന് ഈ രീതിയിൽ വരാം. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഈക്വൽ ആംഗിൾസ് 70 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? അതായത് രണ്ടാമത്തെ കേസിൽ ഈ ഈക്വൽ ആംഗിൾസ് 70 ഡിഗ്രി ആയിട്ട് എടുക്കാം. എ ബി സി, ഈ രണ്ട് ആംഗിളും 70 ഡിഗ്രി ആയിട്ട് എടുത്താൽ
പിന്നെ ഈ ആംഗിൾ എന്തായിരിക്കും 180. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ഈ ആംഗിൾ. ഇഫ് ഈക്വൽ ആംഗിൾസ് ആർ (70°), അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180°. അപ്പോൾ ഇവിടെ ബിയും സിയുമാണ് 70°. ആംഗിൾ എ പ്ലസ് ബി എന്താണ് 70° പ്ലസ് 70° is equal to 180°. Then ആംഗിൾ എ പ്ലസ് ഇത് രണ്ടും കൂടെ എന്ത് വരും 140 is equal to 180. ആംഗിൾ എ is equal to 180 മൈനസ് 140, അതായത് 40° വരും. അപ്പം ഈ കേസിൽ 70, 70, 40 ആംഗിൾ എ എന്തായിരിക്കും 40°. അപ്പോൾ ഇപ്പോൾ രണ്ട് കേസും മനസ്സിലായില്ലേ. ഒന്ന് നമ്മൾ എടുക്കുന്ന അൺഈക്വൽ ആംഗിൾ 70° ആണെങ്കിൽ ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബാക്കി ആംഗിൾസ് എന്ത് വരും? ഇനി ഈക്വൽ ആംഗിൾ 70 ആയിട്ട് എടുത്താൽ ബാക്കി ആംഗിൾ എന്ത് വരും എന്നുള്ളതാണ്. Last question, how many non-equal isosceles triangles can be drawn with one angle 70° and one side 8 centimeters? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു ആംഗിൾ 70°യും ഒരു സൈഡ് 8 centimeterഉം വരുന്ന രീതിയിൽ ഐസോസെലസ് ട്രയാങ്കിൾസ് എത്ര ടൈപ്പ് വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു ടൈപ്പ് ഇത് നമ്മൾ 70°യും ഇത് നമ്മൾ ഈക്വൽ സൈഡ്സുമായിട്ട് എടുത്ത് ഇത് 8 centimeterഉം അങ്ങനെ വരയ്ക്കല്ല ഒരു ട്രയാങ്കിൾ. അതായത് ഒരു സൈഡ് 8 centimeterഉം ഒരു ആംഗിൾ 70°യും മറ്റേ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇനി അടുത്തത് രണ്ട് ആംഗിളും 70° ആയിട്ട് വരുന്ന രീതിയിൽ വരയ്ക്കാം. അതായത് അടുത്ത ട്രയാങ്കിൾ നമ്മൾ ഈ രണ്ട് ആംഗിൾസും 70 എടുത്ത്, ഒരാംഗിൾ 70° ആവണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രണ്ട് ആംഗിൾ 70° ആയാൽ കുഴപ്പമില്ല. അങ്ങനെ എടുത്തിട്ട് ഇത് 8 centimeter എടുത്തു. അപ്പോൾ ഒന്ന് ഇതാണ് ഈക്വൽ സൈഡ്സ്. ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കാമല്ലോ. അത് ഇനി വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മളിനി ഇവിടെ നിന്ന് 70° എടുത്ത് ഇത് 70°, ഈ രണ്ട് സൈഡ്സും ഈ 8 centimeter വീതം എടുത്ത്. ഒരു സൈഡ് 8 centimeter ആവണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും 8 centimeter ആക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഒന്ന് 8 ആയിരിക്കണം. അപ്പം നമ്മളിവിടെ ഈക്വൽ സൈഡ്സ് 8 ആയിട്ടും അത് തമ്മിൽ വരുന്ന ആംഗിൾ 70° ആയിട്ടും 70° ആയിട്ടും എടുത്ത്. അപ്പോൾ ഒരു രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ രണ്ടാമത്തെ മെത്തേഡ് ചെയ്തില്ലേ, രണ്ടും 70 എടുക്കാം. രണ്ട് ഈക്വൽ ആംഗിൾസും 70° എടുക്കാം. ഇവിടെ നമ്മൾ ഇതാണ് 8 ആയിട്ട് എടുത്തത്. ഈ കേസിൽ നമുക്ക് ഇത് രണ്ടും 8 centimeter ആക്കി എടുക്കാം. ഈക്വൽ സൈഡ്സ് 8 centimeter ആക്കി എടുക്കാം. അപ്പം ഇത് ഒരു രീതി. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് വരയ്ക്കാം. അതായത് ഒന്നാമത്തെ രീതി നമ്മൾ 70° എടുത്തിട്ട് അൺഈക്വൽ സൈഡ് 8 centimeter ആക്കി എടുക്കാം. രണ്ടാമത്തേതെന്ന് പറയണത് രണ്ട് ഈക്വൽ ആംഗിൾസും 70° എടുത്ത് അത് ചേർന്ന് വരുന്ന സൈഡ് 8 ആയിട്ട് എടുത്തിട്ട് ഒരു രീതിയിൽ വരയ്ക്കാം. ഇനി മൂന്നാമത്തേന്ന് പറയണത് ഈക്വൽ സൈഡ്സ് 8 centimeter ആയിട്ട് വരുന്ന രീതിയിൽ ഒരാംഗിൾ 70° വരുന്നത്. നാലാമത്തെന്ന് പറയുന്നത് ഈക്വൽ ആംഗിൾസ് 70°, ഈക്വൽ സൈഡ്സും 8 centimeter ആയിട്ട് വരുന്ന രീതിയിലും വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് 4 രീതിയിൽ ഈ ട്രയാങ്കിൾ വരയ്ക്കാം.